അങ്ങനെ സിബിൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സിബിനോട് ചോദിച്ച പല കാര്യങ്ങൾക്കും ക്ലിയർലി മറുപടി പറയാൻ സിബിന് കഴിഞ്ഞിട്ടില്ല. കാര്യം ഇതിനൊക്കെ ഒരു റൂൾസും നിയമ നടപടിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ സിബിൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ BB ഹൗസിൽ നിന്ന് പുറത്തേക്ക് വന്നത്, അത് അവരുടെ തീരുമാനമായിരുന്നു എന്ന്. കാരണം ശരിയായിരിക്കും, ഞാൻ രാവിലെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആയിരിക്കും നമ്മുടെ ബിഗ് ബോസിലൊരു ഷോയിൽ വന്നിട്ട് നമുക്ക് ലാലേട്ടൻ പറഞ്ഞ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ മെൻ്റലി ഡൗൺ ആയിട്ട് എനിക്ക് ആ വീട്ടിൽ നിന്ന് 3-4 ദിവസം മാറി നിന്നാൽ ശരിയാകും എന്ന് പറഞ്ഞു. ശരി, 2-3 ദിവസം മാറ്റി നിർത്തി. അതിനുശേഷം വീണ്ടും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ലാലേട്ടൻ വഴക്ക് പറയുകയാണെങ്കിൽ വീണ്ടും മാറ്റി നിർത്തണോ? അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്തായാലും അവിടെ നിർത്തത്തില്ല അവർ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡൗൺ ആയിട്ട് എനിക്ക് മെൻ്റലി വീക്ക് ആകുമ്പോഴെല്ലാം എനിക്ക് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഗെയിം കളിക്കുന്നവർ എന്തായാലും അവിടെ നിർത്തത്തില്ല. ഇപ്പോൾ സിബിൻ്റെ ഭാഗം ന്യായീകരിക്കുന്നു. അതിന് അപ്പം സിബിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിബിനെ അന്ധമായി വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ അടിപൊളി ഇത് പറയുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്, ഇപ്പം സിബി ചോദിക്കുമ്പോഴെല്ലാം സിബിനെ കുറച്ച് ദിവസത്തേക്ക് മാറി നിർത്തണം, മൈൻഡ് ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് ന്യായമല്ല. പിന്നെ സിബിൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഞാനവിടെ കൊടുത്തില്ല 100% കൊടുത്തിട്ടും എനിക്ക് വഴക്ക് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് വെച്ച് പ്രേക്ഷകർ എല്ലാവർക്കും സിബിൻ ചെയ്ത ആക്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു വീക്ക് ഉണർന്നു. ശരിയാണ്, ആ വീക്ക് അടിപൊളിയായിരുന്നു, ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ അന്നവിടെ സംഭവിച്ചു. അതിനെ എന്തായാലും ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കും. അത് പറയുന്ന ഉടനെ ഞാൻ ചെയ്ത തെറ്റ് മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുന്ന ആൾക്കാരെ എന്തായാലും അവിടെ പിടിച്ച് പുറത്താക്കും അവർ. കുറേ പേര് പറഞ്ഞിട്ട് റോബിനെ കഴിഞ്ഞ സീസണിൽ പിടിച്ച് പുറത്താക്കിയെന്ന്. കഴിഞ്ഞ സീസണിൽ റോബിൻ എന്താ അവിടെ കാണിച്ചത്? ഞാൻ ഗെയിം അലമ്പാക്കും, ഞാൻ ഇവിടെ എല്ലാം അടിച്ച് തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ഓഫ് കാണിച്ചു. ഒരിക്കലും ആർക്കും ബിഗ് ബോസിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചോദ്യം ചെയ്ത് അവർ പിടിച്ച് പുറത്താക്കും. ഇവിടെ സിബിൻ ചെയ്തും അതേ സെയിം കാര്യം തന്നെയാണ്. പുറത്തെ കാര്യങ്ങൾ അറിയണമെന്ന് വാശി പിടിച്ചാൽ നടക്കുന്ന കാര്യമല്ല. പുറത്തെ കാര്യങ്ങളെങ്കിൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണ്ടേ, എല്ലാവരും പറഞ്ഞു കൊടുത്ത് അവർ ഗെയിം കളിപ്പിക്കുന്നതിന് നല്ലത്. അപ്പോൾ സിബിന് പുറത്തെ കാര്യങ്ങളെല്ലാം അറിയണം, 3 ദിവസം മാറി നിൽക്കണം എന്നൊക്കെ പറയുന്നത് ഒട്ടും ശരിയായൊരു കാര്യമല്ല. എന്ന് വെച്ച് സിബിനൊരു മോശമായ മത്സരാർത്ഥിയാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം സിബിൻ കഴിഞ്ഞ ആഴ്ച, സിബിൻ നിന്ന ഒരാഴ്ച അടിപൊളിയായിരുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഒരുപാട് ചെയ്തെങ്കിലും ഓവറായിട്ട് എല്ലാവരും നല്ല ജാസ്മിൻ ഗബ്രിയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഓവറായിട്ട് പുച്ഛിക്കുക, അവഗണിക്കുക, പക്ഷേ ഈ കരയുന്നൊരു കളിയാക്കുക. പക്ഷേ ഇതൊക്കെ തന്നെയാണ് ലാസ്റ്റ് ഇതെല്ലാം അവിടെ അനുഭവിച്ചിട്ട് തന്നെ പോയതല്ലേ. മറ്റുള്ളവരെ കളിയാക്കിയതെല്ലാം കരയുന്നെന്ന് പറഞ്ഞ് അവിടെ കരഞ്ഞു, മറ്റുള്ളവരെ മെൻ്റലി മാനസികാവസ്ഥ ശരിയല്ലെന്ന് പറഞ്ഞു സിബിൻ്റെയും ലാസ്റ്റ് മാനസികാവസ്ഥ ശരിയല്ല തന്നെയാണ് പുറത്തേക്ക് പോയത്, പിടിച്ച് പുറത്താക്കി ചെയ്തത്. കാരണം ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു, മതിലാടാൻ പോകുന്നു, പിന്നെ എനിക്ക് പുറത്തു നിന്ന് അറിയണം എന്നൊക്കെയുള്ള ആ ഒരു മനോഭാവം ഒരിക്കലും ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്ന ആരും അവിടെ നിർത്തില്ല. പിന്നെ ഇറങ്ങിയിട്ട് അവർക്ക് ഇങ്ങനെയൊക്കെ പറയാം. അതായത് സിബിൻ്റെ കൂടെ ഒരു 10 ആൾ കൂടുതലുണ്ടെങ്കിൽ അവരുടെ കൂടെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ സിബിൻ എന്തെങ്കിലുമൊക്കെ പറയും. അത് തന്നെയാണ് പുറത്തിറങ്ങിയിട്ടും പറയുന്നതാണ് എനിക്ക് തോന്നിയ കാര്യം. എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഞാനിതൊക്കെ തന്നെ പ്രതീക്ഷിച്ചത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.